കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കളറ് പാട്ടാണല്ലേട്ടാ. ഒരു സോഡ നാരങ്ങളും കൊടുത്തു. ഇനിയും വേണേ പറയാലോ. നിർത്ത്. ഗിരീഷ് സ്റ്റേഷൻ വരെ ഒന്ന് വരണമല്ലോ. എന്താ സാറേ? എന്താടാ കാര്യകാരണങ്ങൾ അടങ്ങിയ കുറി കയ്യിലിട്ട് കിട്ടിയെങ്കിലേ നീ അങ്ങോട്ട് വരത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്റ്റേഷൻ വരെ വരാനുള്ള എണ്ണ വണ്ടിക്കകത്തില്ലേ? അപ്പോ ഞങ്ങള് എണ്ണയൊക്കെ അടിച്ച് മെല്ലെ പിന്നാലെ അങ്ങ് വന്നാ പോരെ? വേണമെന്നില്ല. നിന്നെപ്പോഴുള്ളവരെ കൊണ്ടുവന്ന സർക്കാർ ഫുൾ ടാങ്ക് ഡീസൽ ഇതാ ഈ സാധനം ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇങ്ങോട്ട് കേറാ മോനെ. എത്ര ഏട്ടാ അളിയ കാശ്? ചേട്ടാ കാശുള്ള ആളെ കാണുന്നില്ല. അത് ശരി, സാരില്ലടാ, കൂട്ടുകാരൻ വരട്ടെ. അതുവരെ നീ 1-2 ഗ്ലാസ് ഒക്കെ കഴുകി നിക്ക്. സുഖമാണോ? സുഖമാണ്. നീ ആ കൊച്ചിനറിയോ? അറിയില്ല. ഇല്ല. നീ അറിയില്ല. ഇല്ല. നീ ആ കൊച്ചിന്റെ ഐഫോണും തട്ടിപ്പറിച്ചോണ്ട് ഓടിയടാ? ആ സാർ, വെച്ച് കളിച്ചോണ്ടിരുന്നപ്പോ ഇയാൾ ഓട്ടോയിൽ വന്ന് മൊബൈൽ തട്ടിപ്പറിച്ചോണ്ട് പോയി സാർ. ഞാൻ കണ്ടതാ സാർ. അല്ല സാറേ, അല്ല അല്ല സാറേ, അവര് കള്ളം പറയുന്ന. ആര്? അവര്. ഞാൻ തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. കള്ളം എന്നെ കൊല്ലല്ലേ? സത്യം പറടാ. തട്ടിപ്പറിച്ചോണ്ട് ഓടിയ നീ? സാറേ, ഞാനൊന്നും തട്ടിപ്പറിച്ചിട്ടൊന്നുമില്ല. ആ കൊച്ചു തന്ന കൊട്ടേഷന്റെ കൂലിയായിട്ട് കൈപ്പറ്റിയതാ. കുഞ്ഞു പിള്ളേരെ പറ്റിച്ച് ജീവിക്കുന്നോടാ പന്ന. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചു കൊടുക്കാനോ പൊക്കോളാ നിനക്കൊക്കെ. ഞാൻ തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിച്ചോ? ഓക്കെ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. എവിടെ ഉണ്ടോ മൊബൈല്? എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല പ്രശ്നമൊന്നുമില്ല. നീ എന്ത് ഇവിടെ? സാറ് നമ്മുടെ ആളാ, പേടിക്കണ്ട. കൺട്രി ലോക്ക് അല്ലേ? അതെ. പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുന്നോടാ പുല്ല. അങ്കിൾ, മമ്മിനോട് പറയല്ലേട്ടോ. മമ്മി മൊബൈൽ കൊണ്ട് കളിച്ചതിന് വഴക്കുറയും. നോ നോ നോ. ഡോ സനാഥ്, മോളെ കൊണ്ട് വീട്ടിലോട്ടെ. ശരി സാർ. മോളു, ഐ വിൽ കോൾ യു. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ചലോ. ഡോ ഇവന്മാരുടെ എഴുതി വാങ്ങിച്ചിട്ടേ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തേക്ക്. ശരി സാർ. ഫൂൾസ്. പിള്ളേരെ പറ്റിക്കാൻ ഓരോരുത്തന്മാരെ ഇറങ്ങും. ഗിരീഷേ, ഈ ഐഫോൺ 6 വളയുന്നേക്കണ നേരാണല്ലേ? എടാ പൊന്നോ, ആ കുട്ടി വന്നോണ്ട് എൻ്റെ ഒക്കെ തടി കഴിച്ചില്ലായി. മനസ്സിലായടാ? ഒരാഴ്ച മുടങ്ങാണ്ട വന്ന് ഇവിടെ ഒപ്പിട്ടോണ്ടോ. പിന്നെ നിന്നെ 3-4 കേസിന് കൂടി ജെയിംസ് സാറ് നോട്ടിട്ടിട്ടുണ്ട്. എല്ലാം കൂടി പെരടിക്ക് വെച്ച് കെട്ടി തരും. വലിയ ഉപകാരം. നോക്കി കണ്ടൊക്കെ നടന്നടാ. പോയിക്കോ. എന്നാ ചാവി. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇവൻ എന്നെ ജിമ്മി കയറി തല്ലി സാറേ. ആര്? ബനാ? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. അല്ലോടാ പോടാ. പൊക്കോ. അതെ, എസ് ഐ ആളെങ്ങനെയാ? പോലീസുകാരനാ. ണ്ടല്ലോ. നീ ഇതെന്ത് പണിയാ കാണിച്ചേ? വണ്ടി എടുത്തിട്ട് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ. ആ മാടക്കടക്കാരൻ എന്നെ പിടിച്ചു വെച്ച്. ഞാനല്ല, ഒരു എന്റെ 5 പൈസ ഇല്ല. പരാതി കൊടുത്തിട്ട് എന്താടാ? ഈ എസ് ഐന്റെ മാമനാ. ഇനിയൊരു മാമനുണ്ട്, SP യാ. വേറൊരു മാമനുണ്ട്, കളക്ടറാ. പിന്നെ മിനിസ്റ്ററാ, അലക്സി ചാക്കോ. എന്നെ പറ്റിക്കാൻ നോക്കിയത് കൊണ്ടല്ലേ ഞാൻ ജെയിംസ് അങ്കിളിന്റെ അടുത്ത് പറഞ്ഞത്. വിട്ടോ വിട്ടോ, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും കിട്ടും. സ്റ്റാർട്ടായി. ഞെക്കി പിടിച്ചു. ആ കൊച്ചു വലയാട്ടാ. വണ്ടിയും വലയും വല്ലാത്തൊരു കുത്തിപ്പിടുത്തായിപ്പോയി. കൂടി ബാറ്ററിയുടെ ബോൾട്ട് ഇളകി.
എടാ അവളുടെ മാമന്മാർ ഇത്ര വലിയ പുള്ളികളാണെങ്കിൽ അവക്ക് അവരെ വിട്ട് ആ PT സാറിനെ തല്ലിച്ചാ പോരായിരുന്നോ? എടാ പോലീസ് പിടിച്ചോന്നല്ല പ്രശ്നം. ആ പെങ്കൊച്ചിന്റെ മുന്നിൽ തന്നെ പിടിച്ചോണ്ടായത്. അയ്യടാ അതായിരുന്നോ നിന്റെ പ്രശ്നം? എടാ ഞാൻ ഇത്ര ഗ്ലാസ് കഴിക്കുന്ന നിനക്കറിയോ? ഇല്ല. ഞാൻ കുടിച്ച ഗ്ലാസ് ആണേ പോട്ടെ, അപ്പോഴേ അവന്റെ ഒരു പെങ്കോ പെങ്കോ ഇവക്കിനിയും മതിയായില്ലേ? ഞാൻ ഈ മൊബൈൽ ഇനിയും തരാം. ഗിരീഷേട്ടൻ അങ്ങേരെ ഇടിക്കോ? ഇവിടെ ഞാൻ ഇന്ന് അംബ്രോസ് എന്തൊക്കെയുണ്ട് ഗിരീഷേ? ആ മീശൊക്കെ പിരിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഇവന്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നു, പൂർത്തിയായി. ഗിരീഷേട്ടൻ തല്ലാന്ന് വാക്ക് പറഞ്ഞ് മോളെ പറ്റിച്ച മോളുവാ. ഇത് ചേട്ടൻ ഇപ്പൊ ശരിയാക്കി തരാം. ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലും അല്ലേ ഗിരീഷേട്ടാ? അപ്പോ ഇത് ചേട്ടൻ അങ്ങോട്ട് എടുക്കുക. എൻ്റെ നമ്പർ നോട്ട് ചെയ്തോ. മോള് പറയുന്ന ആളെ ഗിരീഷേട്ടൻ നാളെ തന്നെ തല്ലിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു. 9895753665. എന്തിനാ ഏതിനാ ആരെയാന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വേണ്ട, നാളെ തന്നെ തല്ലിയിരിക്കണം. ഓ ഇല്ലെങ്കിൽ അറിയാലോ. ഓ ഓക്കെ. അപ്പം നമ്മൾ തമ്മിലുള്ള കണക്ക് ഇതിൽ തീരട്ടെ. തീർന്നേക്കണം. തീരും. അംബ്രോസേ, എന്തോ സുഖേട്ടാ. അപ്പൊ എങ്ങനെയാ ഗിരീഷ് തല്ലില്ലേ? തല്ലിയിരിക്കും. പോട്ടെ മോളെ. ദേ ഇനി ഒന്നും നോക്കാനില്ല, തല്ലിക്കോ, അല്ലെങ്കിൽ സുഖന്റെ കൈകൊണ്ട് നമ്മൾ ചാവും. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PT സാർ എന്നൊക്കെ പറഞ്ഞാൽ നെയ് മുട്ടി ഏതെങ്കിലും ഒരു പൊളുന്നാനൊക്കെ ആ നീ കൂടെ ഉണ്ടാവില്ലേ? കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും, കട്ടള പോലെ പുറകിലുണ്ടാവും. എന്നാ വാ. ശരിക്കും പൂമ്പാറ്റ പറക്കോ? പറക്കൂന്നോ? കണ്ടോ? പറപ്പിക്കും. ഇതിലേത് ക്രിക്കറ്റ് കളിക്കാരനാ ഇവനാ? ദേ അതാ ആ ഇരിക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് തീരും. സിനിമാ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിച്ചിരുന്നോണം. അതെ, വീണ്ടും വീണ്ടും കാണണമെങ്കിൽ വല്ല ഫോണിലോ മറ്റോ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ഇതിന് ഞാൻ തികച്ചു വേണ്ട, നീ ഇവിടെ ഇരി. ശരിയാ, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാം. അടി കഴിയുമ്പോ തന്നെ രക്ഷപ്പെടാം. ഓക്കേ. ഗിരീഷേട്ടാ ഡയലോഗ് പറയാൻ മറക്കല്ലേ. അതൊക്കെ എപ്പാ പറഞ്ഞെന്ന് വെച്ചാ മതി. നല്ല മസിലുള്ള പൂമ്പാറ്റ പറക്കുന്ന കണ്ടോ? മതിയടാ. കണ്ട സ്റ്റൈല് കൊണ്ടോ അണ്ണന്റെ. എന്താടാ ഓടാ കണ്ട കയ്യിൽ വിടറാ കമ്പി. ഓടിക്കോടാ. देखते हैं, चलो. ഓ പൂമ്പാറ്റ പറന്നു. मर गया साला.